Hi guys, I'm going to share detailed study plan for upcoming 20 days. സോ ഓൾറെഡി നമ്മൾ 20 ഡേയ്സിൽ നമ്മൾ ഈ അപ്കമിങ് 20 ഡേയ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വീഡിയോ നമ്മൾ പറഞ്ഞത് വെച്ചാൽ വാട്ട് ടു ഡു, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദിസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ അപ്കമിങ് 20 ഡേയ്സ് ഹൗ ടു ഡു എങ്ങനെ ചെയ്യണം, അതായത് ഓരോ ഡേയ്സിൽ നമ്മൾ എങ്ങനെ നമുക്ക് സബ്ജക്റ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം, ദാറ്റ്സ് എ പിക്ചർ. അതുപോലെ തന്നെ നമ്മൾ ചില മറ്റേ വീഡിയോയിൽ പറയാത്ത ചില പോയിൻറ്റ്സിനെ ആഡ് ചെയ്യും. സോ മേക്ക് ഷുവർ സോ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ 1.5x കാണാം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, സോ നിങ്ങൾ ഫ്രീ കിട്ടുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ 1.5x കാണാം. സോ ടിൽ ദ ടൈം 2 type of students ആണ് ഉണ്ടാവുക. ടിൽ ദ ടൈം ദാറ്റ്സ് നമ്പർ 1 വർക്ക് ഹാഡ് ദെൻ സ്കെയർ. സോ 2-3 months നന്നായി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ദിസ് 20 days അല്ലെങ്കിൽ ദിസ് 1 month ദേ ആർ സ്കെയർഡ്. സോ അതിപ്പോൾ റിസൾട്ടിനെ കുറിച്ചാകാം അല്ലെങ്കിൽ എക്സാമിനെ കുറിച്ച്. സോ അൺനെസസറി ആയിട്ട് എന്ത് ചെയ്യാം, ഒരു ഫിയർ ഉണ്ടാകാം. സോ ദാൻ ആക്ച്വലി ഫോർ എ CS സ്റ്റുഡൻസ് ദ 1 month ബിഫോർ എക്സാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡു ഓർ ഡൈറ്റ് സിറ്റുവേഷൻ ആണ്. ഒന്നുകിൽ അത് നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്ത് പോവാം. ഓക്കെ, സോ അപ്പോൾ ദിസ് ടൈമുള്ള ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ഫിയർ എന്ന് പറയുന്നത് യുവർ റിസൾട്ട് വിൽ ബി ഫെയിൽ. ഓക്കെ, സോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു. ഓക്കെ, സോ ദ റിസൾട്ട് വിൽ ബി ഫെയിൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ദേ ആർ നോട്ട് സ്റ്റഡീഡ് ടു മച്ച്, ദറ്റ് 20-30% ഒക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ പ്ലസ് സ്റ്റഡി നെവർ ബിഫോർ അപ്കമിങ് 20 days. ഓക്കെ, ഈ 20 days ദർ കോൺഫിഡൻറ്റ്, ടെൻഷനൊന്നും ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്നത് അവർ ചെയ്യുന്നു. ഓക്കെ, അതായത് അവർ ഇതുവരെ ഇതുപോലെ പഠിച്ചിട്ടുണ്ടാവില്ല ഈ 20 days. So the possibility to clear this, the chance to clear this this type of students is high. So കാരണം they are confident, ടെൻഷൻ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള കേസിൽ their chance to clear is high. Okay, so after I told this, you can realize നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ യു ക്യാൻ റിയലൈസ് ഇറ്റ്. ആൻഡ് സോ നമുക്ക് ഒരു സ്മാർട്ട് ആൻഡ് ക്ലിയർ സ്റ്റഡി പ്ലാൻ ഫോർ അപ്കമിങ് 20 days. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നോ റിഗ്രറ്റ്സ്. സോ നോ റിഗ്രറ്റ്സ്. യു ക്യാൻ ചേഞ്ച് യുവർ പാസ്റ്റ്. ഓക്കെ, 2-3 months നമുക്ക് കയ്യിലുണ്ടായിരുന്നു, പഠിച്ചില്ല. സോ അങ്ങനെയുള്ള റിഗ്രറ്റ് ഒന്നും ദിസ് ടൈം വേണ്ട. ഓക്കെ, ദിസ് ടൈം റിഗ്രറ്റ് ഒന്നും വേണ്ട. നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തു. സോ അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോ റിഗ്രറ്റ്സ്. അപ്പോൾ നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു സ്റ്റുഡൻസിനുള്ള ഒരു പ്രോബ്ലമാണ് കൺഫ്യൂസ്ഡ്. ദിസ് ടൈം ദ ലാസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ദ കൺഫ്യൂസ്ഡ് പിക്കപ്പ് എ സബ്ജക്റ്റ്. അതായത് ഒരു സബ്ജക്റ്റ് എടുക്കുമ്പം ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഒരു അഡ്വാൻസ് അക്കൗണ്ട്സ് എടുത്തു. സോ ഒരു 1 hour കഴിഞ്ഞു. സോ ദ സ്വിച്ച് ദ സബ്ജക്റ്റ്. ഓക്കെ, ടാക്സിലേക്ക് പോകും, ടാക്സ് ബാക്കിയുണ്ട്, ടാക്സിലേക്ക് പോകും. സോ അതൊരു പ്രോബ്ലമാണ്, സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഡേയ്സ് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിന് നിങ്ങൾ പഠിക്കണം എന്നുള്ള റിവൈസ് ചെയ്യണം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിലൊരു അമെൻമെൻറ്റ് വരുത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് എന്തെങ്കിലും വരുത്തിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡലായിട്ട് എടുക്കാം. ഓക്കെ, സോ I will share it for group 1 students. So for group 1 students, so നമുക്ക് ഡിസംബർ ഇന്നിപ്പോൾ 22 ആണ്. സോ 23 to 26. ഓക്കെ, നാളെ മുതൽ 26 വരെ. സോ നമുക്ക് ടാക്സിൽ 5 heads of the income, അതുപോലെ തന്നെ GST പ്ലസ് GST. ഓക്കെ, 3 days. നെക്സ്റ്റ് നമുക്ക് 27th ബാലൻസ് ടാക്സിൽ ബാലൻസ് ചെയ്തൊക്കെ ഉണ്ടാവുള്ളൂ. റെസിഡൻഷ്യൽ, അതുപോലെ തന്നെ ക്ലബിങ്, അതുപോലെയുള്ള ബാലൻസ് ചാപ്റ്റേഴ്സ് പ്ലസ് GST. ഓക്കെ, GST ഡെയിലി ഇതേപോലെ തന്നെ പഠിച്ചു പോകും. നെക്സ്റ്റ് 28ലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, പിന്നെ
നമുക്ക് എന്തെങ്കിലും ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ, സോ ടാക്സിൽ നമുക്ക് എന്തെങ്കിലും, സോ ദിസ് ഡെഫിനറ്റ്ലി നമ്മൾ പ്ലാൻ ചെയ്ത പോലൊന്നും കാര്യങ്ങൾ പോകില്ല. സോ എന്തെങ്കിലും ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ 28 എടുക്കാം, അതുപോലെ തന്നെ RTP ചെയ്ത് നോക്കാം, MTP ചെയ്ത് നോക്കാം, ദെൻ സോൾവ് വൺ പേപ്പർ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, ഒരു പേപ്പർ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് 29 and 30 എന്ന് പറയുമ്പോൾ December 29-30 അതർ ലോസ് കംപ്ലീറ്റ് ചെയ്യാം, അതർ ലോസ് 2 days കൊണ്ട്. ദെൻ 31 to January 3. ഓക്കെ, December 31 to January 3 എന്ന് പറയുന്നത് കമ്പനിയിലോ കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ദ 4th day, സോ 4th January 4th, ദെൻ RTP, അതുപോലെ തന്നെ ലോൻ്റെ RTP, MTP, അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരു പേപ്പർ എന്ത് ചെയ്യാം, എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ദെൻ January 5 to 8, ദെൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം, അഡ്വാൻസ് അക്കൗണ്ട്സിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 9 and 10, January 9 and 10, സോ ബാലൻസ് അക്കൗണ്ടിങ് ചാപ്റ്റേഴ്സ് പ്ലസ് 1 പേപ്പർ സോൾവ് ചെയ്യും, ഏതെങ്കിലും ഒരു പേപ്പർ, അത് ബാലൻസ് അക്കൗണ്ടിങ് ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ RTP, MTP ഒരു പേപ്പർ എടുത്തിട്ട് സോൾവ് ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രൂപ്പ് 1 സ്റ്റുഡൻസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് 2 സ്റ്റുഡൻസിലേക്ക്, സോ December 23 to 25, അത് നാളെ മുതൽ, സോ essays കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് ഓഡിറ്റിലെ essays കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 26 and 27, സോ റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ്. ഓക്കെ, ബാക്കി നമുക്ക് ഓഡിറ്റിലുണ്ടാകുന്ന റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ 1 പേപ്പർ സോൾവ് ചെയ്യും, ഏതെങ്കിലും ഒരു പേപ്പർ ചെയ്ത് നോക്കാം. ആൻഡ് 28 to 30, സോ ദ കോസ്റ്റിങ്ങിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് മാർജിനൽ കോസ്റ്റിംഗ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പോലുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് ഹയർ ഏർണിംഗ്, അതായത് നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കവർ ചെയ്യാം. ആൻഡ് December 31st to January 2 ബാലൻസ് ചാപ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് കോസ്റ്റിങ്ങിലെ ബാലൻസ് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാം. ദ നെക്സ്റ്റ് നമുക്ക് January 3, സോ January 3 സോ ദ എൻ്റെ റിവിഷൻ, അതായത് കോസ്റ്റിങ്ങിൻ്റെ എൻ്റെ റിവിഷൻ പ്ലസ് RTP, MTP പ്ലസ് അതുപോലെ തന്നെ 1 പേപ്പർ സോൾവിങ്, OPC 1 പേപ്പർ സോൾവിങ്. ദ നെക്സ്റ്റ് വൺ January 4th to 6 SM കംപ്ലീറ്റ് ചെയ്യാം, SM. ദ നെക്സ്റ്റ് 7 to 9 January 7 to 9 FM കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ദ 10th ഡേ എന്ത് ചെയ്യാം, സോ നമുക്ക് ഒരു എൻ്റെ റിവിഷൻ, SMൻ്റെയും FMൻ്റെയും എൻ്റെ റിവിഷൻ, അതുപോലെ RTP, MTP, അതുപോലെ 1 പേപ്പർ സോൾവ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് എ ഹോൾ സ്റ്റഡി. ആക്ച്വലി ഇതാണ് നമ്മൾ ഓരോ പേപ്പേഴ്സിനും ഡേയ്സ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് എ ഹോൾ തിങ് ആൻഡ് സം പോയിൻറ്റ്സ് യു കീപ്പ് ഇൻ മൈൻഡ് ഫോർ ഗ്രൂപ്പ് 2 സ്റ്റുഡൻസ്. സോ ഫോർ ഗ്രൂപ്പ് 2 സ്റ്റുഡൻസ് അവർ January 10th അവരുടെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണെങ്കിൽ, സോ 5 to 6 days എന്താണ് എക്സ്ട്രാ കിട്ടും, റിവിഷന് വേണ്ടി 5 to 6 days റിവിഷൻ കിട്ടും, 5 to 6 എക്സ്ട്രാ റിവിഷന് വേണ്ടി കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഓൾറെഡി മെയ്ഡ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മോഡലായിട്ട് എടുക്കാം. ഓക്കെ, ഒരു മോഡൽ പോലെ ഇതുപോലെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലെന്തെങ്കിലും അമെൻമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്താം. സോ ദ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും, അതായത് നമുക്ക് 100% തീർക്കാൻ പറ്റില്ല. സോ വാട്ട് വി ഡു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചാപ്റ്റേഴ്സ്. ഓക്കെ, സെലക്ട് ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഫോർ 80 marks ദിസ് ടൈം, അതായത് നമ്മൾ ആ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡേയ്സിൽ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റേജ്, ICAൻ്റെ വെയിറ്റേജ് നോക്കിയിട്ട്, സോ ഐ വിൽ ഡു സെപ്പറേറ്റ് വീഡിയോ, ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം അതിൻ്റെ വെയിറ്റേജിൻ്റെ. സോ ഓൾറെഡി ഞാൻ കോസ്റ്റിങ്ങിൽ ചെയ്തിട്ട് അഡ്വാൻസ് അക്കൗണ്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കാണാം. ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെ ഞാൻ അപ്കമിങ് ഡേയ്സിലിടാം. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ICA വെയിറ്റേജ് പ്രകാരം ഫോർ 80 marks എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ ഏറ്റവും വെയിറ്റേജ് കൂടുതലുള്ള നമുക്ക് പിന്നെ ഒരു ABC കാറ്റഗറി വെച്ചിട്ട് A ഫസ്റ്റ് പഠിക്കുക, ദെൻ B ഫസ്റ്റ് പഠിക്കുക.
ബിയിലൂടെ സെക്കൻഡ് പഠിക്കാം. സോ അതായത് മേ ബി തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കോർ, അതായത് ആ ഒരു പേപ്പറിൻ്റെ കോർ പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്നുള്ളൊരു റിലീഫ് നിങ്ങൾക്ക് കിട്ടും. അതാണ് പറഞ്ഞത്. സോ എൻ്റയർ സിലബസ് പഠിക്കാതെ ദിസ് ടൈം നിങ്ങൾക്ക് എന്താണ്, കാരണം ടാക്സൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 2 to 3 months ഒക്കെ പഠിച്ച സാധനമാണ് നമ്മൾ 4 to 5 days നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഹൊറിബിൾ ടു കംപ്ലീറ്റ് ദ എൻ്റയർ സിലബസ്. അതാ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യാം, ICA വെയിറ്റേജ് പ്രകാരം സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് ആദ്യം പഠിച്ചു പോവുക. സോ ഇറ്റ്സ് നോട്ട് മെയിൻ ചാപ്റ്റേഴ്സ് ലീവ് ചെയ്യാനല്ല പറയുന്നത്. ഓക്കെ, ചാപ്റ്റേഴ്സ് ലീവ് ചെയ്യാനല്ല പറയുന്നത്. സോ വൺസ് നിങ്ങൾ സെലക്റ്റഡ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഒന്നും ലീവ് ചെയ്യുന്ന പരിപാടിയില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, സോ ഇഫ് യു വാണ്ട് ടു ക്ലിയർ ദ എക്സാമിനേഷൻ യു ഷുഡ് ഇൻവെസ്റ്റ് യുവർ ടൈം. ഓക്കെ, അതായത് നമ്മൾ എക്സാം ക്ലിയർ ആണെങ്കിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. സോ നമ്മൾ കുറേ ടൈം നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ കുറേ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റിവിഷന് വേണ്ടി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ദറ്റ് റിസൾട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. ഓക്കെ, നമ്മൾ റിസൾട്ട് എല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതാണ്. ആൻഡ് ദാറ്റ്സ് യുവർ എഫേർട്സ് പ്രൊപ്പോർഷണൽ ടു യുവർ മാർക്സ്. അതായത് നമ്മളെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മാർക്സിന് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്സ് കിട്ടും. ദാറ്റ്സ് എ ഹോൾ തിങ്. ഓക്കെ, ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ ആക്ടിവിറ്റീസ്, എലിമിനേറ്റ് അൺനെസസറി ആക്ടിവിറ്റി. സോ സ്റ്റോപ്പ് ദെൻ ഓവർ തിങ്കിങ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ. സോ നിങ്ങൾ ഓരോ ഡേയ്സിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദിസ് അപ്കമിങ് 20 days. ഓക്കെ, ദെൻ അതിൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റിയിൽ അൺനെസസറി ആക്ടിവിറ്റി 20 daysലേക്ക് വേണ്ട. ഓക്കെ, അത് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഓവർ തിങ്കിങ്. സോ എക്സാം കഴിഞ്ഞിട്ട് ഓവർ തിങ്ക് ചെയ്യുക. ഓക്കെ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്. ഓക്കെ, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, ദിസ് ടൈം നിങ്ങൾക്ക് നെസസറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ദാറ്റ്സ് സ്റ്റഡി, അതുപോലെ തന്നെ സ്ലീപ്പ്. സോ ഡോണ്ട് കോംപ്രമൈസ് വിത്ത് യുവർ സ്ലീപ്പ്, അതുപോലെ തന്നെ ഈറ്റിംഗ്. ദാറ്റ്സ് ഓൾ. ആൻഡ് this 20 days ഒരു എക്സ്ട്രാ 7 to 8 hours നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാ 7 to 8 നമ്മൾ സാധാരണ ഇരിക്കുന്നതിനേക്കാൾ ഒരു 7 to 8 എന്ത് ചെയ്യുക, നിങ്ങൾ ഇരിക്കുക. ആൻഡ് ദ റിവിഷൻ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു സ്റ്റഡീഡ് 6 to 8 chapters, നിങ്ങൾ 6 to 8 chapters ആണ് പഠിച്ചതെങ്കിൽ റിവൈസ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, ആ 6 to 8 chapters പ്രോപ്പർലി റിവൈസ് ചെയ്യാം. സോ നമ്മൾ ഒരു ന്യൂ തിങ്സ് ഇപ്പോൾ പഠിക്കാൻ നിൽക്കണ്ട. സോ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ 6 to 8 chapters എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ എബൌട്ട് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.